ഇന്ത്യൻ പത്രപ്രവർത്തനത്തിലെ പരമോന്നത ബഹുമതിയായ രാംനാഥ് ഗോയങ്കെ പുരസ്കാരം ഡൽഹിയിൽ വച്ച് ഏറ്റുവാങ്ങിയ വേളയിൽ തന്നെ ദ്രോഹിച്ച മുൻ സഹപ്രവർത്തകർക്കെതിരെ ആഞ്ഞടിച്ച് മാധ്യമപ്രവർത്തക ഫൗസിയ മുസ്തഫ. ഇന്ത്യൻ ജേർണലിസത്തിലെ ഏറ്റവും വലുതും വിശ്വാസ്യതയുള്ളതുമായ അംഗീകാരം രാംനാഥ് ഗോയങ്കെ എക്സലൻസ് ഇൻ ജേർണലിസം അവാർഡ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനിൽ നിന്ന് ദില്ലിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കഴിഞ്ഞ ദിവസം ഏറ്റുവാങ്ങി. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും 22 പ്രാദേശിക ഭാഷകളിലെ 3000-ലധികം മികച്ച എൻട്രികളിൽ നിന്നും രാജ്യത്ത് 2024 സംപ്രേഷണം ചെയ്ത ഏറ്റവും മികച്ച ഒരേയൊരു ടെലിവിഷൻ സ്റ്റോറി എന്ന നിലയിലുള്ള അംഗീകാരമാണ് കിട്ടിയത്. അന്ന് ഞാൻ പ്രവർത്തിച്ചിരുന്ന ന്യൂസ് മലയാളം ചാനലിൽ 2024 ഡിസംബറിൽ സംപ്രേഷണം ചെയ്ത മനസ്സ് തകർന്നവർ മക്കളെ കൊന്നവർ എന്ന അന്വേഷണ പരമ്പരയാണ് എന്നെ ഈ ദേശീയ ബഹുമതിക്ക് അർഹയാക്കിയത്. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് BN ശ്രീകൃഷ്ണ, മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ SY ഖുറേഷി, പ്രൊഫസർ C രാജ്കുമാർ, പ്രൊഫസർ KG സുരേഷ്, MS രോഹിണി നീലേക്കനി എന്നിവർ ജൂറി അംഗങ്ങളായ പാനലാണ് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ തെരഞ്ഞെടുത്തത്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്ന അമ്മമാരെക്കുറിച്ചുള്ളതായിരുന്നു മനസ്സ് തകർന്നവർ മക്കളെ കൊന്നവർ എന്ന അന്വേഷണാത്മക പരമ്പര. 10 വർഷത്തിനിടയിൽ 112 കുഞ്ഞുങ്ങളാണ് കേരളത്തിൽ അമ്മമാരാൽ കൊല്ലപ്പെട്ടത്. ഗർഭാനന്തരവും പ്രസവാനന്തരവും വന്നുഭവിക്കുന്ന വിഷാദരോഗം മൂർച്ഛിച്ചുണ്ടാകുന്ന പെരിനാറ്റൽ സൈക്കോസിസ് എന്ന ഗുരുതര മാനസിക രോഗത്താലാണ് അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് എന്നായിരുന്നു അന്വേഷണത്തിന്റെ കാതലും കണ്ടെത്തലും. ജീവിതത്തിലെയും കരിയറിലെയും ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ഈ മുഹൂർത്തത്തിൽ നിൽക്കുമ്പോൾ ഞാൻ നന്ദി പറയേണ്ടവരും കൂടെ സന്തോഷിക്കുന്നവരുമായ ഒട്ടേറെ പേരുണ്ട്. ഇമ്മ എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും എൻ്റെ സ്വപ്നങ്ങൾക്ക് ഒരിക്കൽ പോലും തടസ്സം നിൽക്കുകയും ചെയ്യാത്ത അമ്മ ഫാത്തിമയ്ക്ക്. മോളൂട്ടി ഈ പരമ്പരയ്ക്ക് വേണ്ടി 9 മാസം നീണ്ട എൻ്റെ പല യാത്രകൾക്കിടയിൽ അമ്മയെ കാണാതെ ആയയോടൊപ്പം മാത്രം തിരുവനന്തപുരത്ത് കഴിഞ്ഞ എൻ്റെ കുഞ്ഞുമകൾ സെഹാ നർഗീസ് ഫൗസിന്. ചീഫ് എഡിറ്റർ. സാമൂഹിക പ്രാധാന്യമുള്ള ഒരു സ്റ്റോറി നിർദ്ദേശവുമായി ഒരു റിപ്പോർട്ടർ കടന്നു വരുന്നത് മുതൽ അത് സംപ്രേഷണം ചെയ്ത് കാണുന്ന ദിവസം വരെ സ്റ്റോറിയോടൊപ്പം നിൽക്കുന്ന ചീഫ് എഡിറ്റർ MB ബഷീർ. ഇന്ത്യ വിഷനിലും ന്യൂസ് മലയാളത്തിലുമായി എന്നെ 4 സ്റ്റേറ്റ് അവാർഡുകൾക്കും ഇപ്പോൾ ഗോയങ്ക പുരസ്കാരത്തിനും അർഹയാക്കിയ സ്റ്റോറികളുടെ എഡിറ്റോറിയൽ അഡ്വൈസർ. സത്യത്തിന് മുന്നിലല്ലാതെ നട്ടെല്ല് വളക്കില്ല എന്ന് എനിക്ക് ഏറ്റവും നല്ല ബോധ്യമുള്ള ഒരേയൊരു മാധ്യമ പ്രവർത്തകൻ. ചെയർമാൻ. ന്യൂസ് മലയാളം ചെയർമാൻ ശ്രീ ഷക്കിലൻ പത്മനാഭന്. മാനേജ്മെന്റിന് എന്നെ വിശ്വസിച്ചതിന് ഒരിക്കലും എതിർക്കേണ്ടവർ അല്ലാതിരുന്നിട്ട് പോലും 3.5 മണിക്കൂർ പ്രിവ്യൂ കണ്ട് ഇങ്ങനെയൊരു സംഭവം കേരളത്തിൽ ഇല്ല സർ, ഇതൊന്നും വാർത്തയേ അല്ല സർ, ഇതിൽ ഒരു വാർത്താമൂല്യവും ഇല്ല സർ, ഇതൊന്നും നമ്മൾ ഒരിക്കലും സംപ്രേഷണം ചെയ്യരുത് സർ എന്നൊക്കെ പരസ്യമായി എതിർത്തും ആക്ഷേപിച്ചും അങ്ങേയറ്റം ശക്തമായ വിസമ്മതം രേഖപ്പെടുത്തി എതിർത്തിട്ടും അന്ന് അങ്ങെടുത്ത ധീരമായ തീരുമാനത്തിന് ചേർത്ത് പിടിച്ചതിന്. ക്യാമറാമാൻ. ഈ വാർത്തയുടെ രഹസ്യ സ്വഭാവം കണക്കിലെടുത്ത് വിഷയം എന്തെന്ന് പോലും അറിയാതെ എൻ്റെ കൂടെ ഷൂട്ടിന് വന്ന 16 ക്യാമറാമാന്മാർക്ക്. കേരളത്തിന് പുറത്തെ 3 ക്യാമറാമാന്മാർക്ക്. വീഡിയോ എഡിറ്റർ. ഉള്ളുപൊള്ളിക്കുന്ന ദൃശ്യങ്ങൾ എല്ലാം കണ്ട് വേദന സഹിച്ച് അതിഗംഭീരമായി എഡിറ്റ് ചെയ്ത് എനിക്ക് ഈ ദേശീയ ബഹുമതി വരെ നേടാനിടയാക്കിയ ഒരേയൊരു സൂപ്പർ എഡിറ്റർ M പ്രശാന്തിന് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത നന്ദി. അപ്പോഴും ഇപ്പോഴും എപ്പോഴും കൂടെ നിന്ന എഡിറ്റർ ഹെഡ് ബെൻഷിലി സുരേന്ദ്രൻ, ഷിജിത്ത്, ലോകേഷ്, ഗ്രാഫിക്സ് ഹെഡ് പ്രജീഷ് വടകര ആൻഡ് ടീം. ഇനി നടുവിരൽ നമസ്കാരം. 9 മാസത്തെ കഠിനമായ അലച്ചിലിനും 28 മണിക്കൂർ ഫൂട്ടേജ് എക്സ്പ്ലോഷറിനും ശേഷം 30 സ്റ്റോറികൾ എഡിറ്റ് ചെയ്ത് പ്രിവ്യൂവിന് വെച്ച ദിവസം ഇങ്ങനെയൊരു സംഭവമേ കേരളത്തിൽ ഇല്ല സർ, ഇത് കളവാണ് സർ, ഫൗസിയ സാറിനെ പറഞ്ഞു പറ്റിച്ചതാണ്, അവർക്ക് 2 പേർക്കും ഭ്രാന്താണ് സർ, ഇത് കൊടുക്കരുത് സർ, ഇത് നമ്മുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും സർ എന്നൊക്കെ വിലപിച്ച വാർത്താ സംവിധായകർ എന്ന ബോർഡ് വെച്ച TM ഹർഷനും ഈ സനീഷിനും ഡൽഹിയിൽ നിന്ന് എൻ്റെ നല്ല നമസ്കാരം. ഞങ്ങളുടെ അനുമതിയില്ലാതെ ഒരു ക്യാമറയും ഫൗസിയയ്ക്ക് നൽകരുത് എന്ന് ക്യാമറ ചീഫിനും തിരുവനന്തപുരം ബ്യൂറോ ചീഫിനും നിർദ്ദേശം നൽകിയത് ഓർമ്മയുണ്ടോ? ഒടുവിൽ ഗതികെട്ട് ഇമെയിൽ വഴി ക്യാമറ തരാൻ ആവശ്യപ്പെട്ടപ്പോൾ കേരളം മുഴുവൻ മഴ പെയ്യുന്ന ദിവസം വിളിച്ച് ഇന്നത്തോടെ ഔട്ട്ഡോർ ഷോട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മഴയത്ത് നിന്ന് ഞാൻ ചെയ്ത ഒരു സ്റ്റോറിയും ഇക്കൂട്ടത്തിൽ ഉണ്ട് കേട്ടോ. ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിലും നിങ്ങൾ എൻ്റെ വാർത്തകളോട് മാത്രമല്ല
കേരളത്തിലെ സ്ത്രീ സമൂഹത്തോടാകമാനവും ചെയ്ത കൊടും അനീതിയാണിത്. ഇതേ ചൊല്ലി നിങ്ങൾ എന്നെ തോൽപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ തോറ്റുപോയത് ഈ രോഗം എന്താണെന്ന് ഇന്നേ വരെ തിരിച്ചറിയാത്ത നമ്മുടെ സിസ്റ്റവും സ്ത്രീകളുമാണ്. നിങ്ങൾ ജേർണലിസം പഠിച്ച് അടുക്കളയ്ക്ക് തീയിടുന്ന ഒരു ദിവസം വരും, കാത്തിരിക്കൂ. പെരിനാറ്റൽ സൈക്കോസിസ് എന്ന ഗുരുതര മാനസിക രോഗം നമ്മുടെ സ്ത്രീകളെ എങ്ങനെ കൊലയാളികളാക്കുന്നു എന്ന വിഷയത്തിലുള്ള എൻ്റെ അന്വേഷണങ്ങൾ തുടരുകയാണ്. ഈ വിഷയത്തിൽ ലോകത്തെ 5 മനോരോഗ വിദഗ്ധരുടെയും നിയമരംഗത്തെ പ്രമുഖരുടെയും ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഒരു പുസ്തകം എഴുതാനുള്ള ശ്രമത്തിലാണ്.